2025 ഒരുപാട് ബൈക്കുകൾ ഈ വർഷം ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മാസം 2025 ജനുവരിയിൽ ലോഞ്ച് കൺഫേം ആയിട്ടുള്ള കുറച്ച് ബൈക്കുകൾ നോക്കാം. ഫസ്റ്റത്തെ മോഡൽ KTMന്റെ അഡ്വഞ്ചർ 390S എന്ന മോഡലാണ്. 2025 മോഡൽ ഏറ്റവും പുതിയ ADV 390 ആണ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി വണ്ടി ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. പഴയ 390നെക്കാട്ടിയും ഒരുപാട് മാറ്റങ്ങൾ ഡിസൈൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ഡബിൾ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു വിൻഡ് സ്ക്രീനും കാണാൻ പറ്റും. പഴയ 390 വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ഡിസൈൻ നല്ല രീതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പീക്ക് ലെവലിൽ മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ WP Apexന്റെ UST ഫോർക്കാണ്. അഡ്ജസ്റ്റബിൾ UST ഫോർക്ക് ആയിരിക്കും. റീബൗണ്ടും കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ WP Apexന്റെ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും വരുന്നുണ്ട്. ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. അതിൽ തന്നെ നെക്കിൾ ഗാർഡും കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ TFT ആണ്. പിന്നെ ഒരു USB ചാർജിംഗ് പോർട്ട് ഫ്രണ്ടിൽ തന്നെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചറിനും ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിന്റെ സ്പോക്ക് വീൽ ടയർസ് ആണ് വരുന്നത്. ട്യൂബ് ടയറാണ്. ഇതിന്റെ ഒരു ട്യൂബ്ലെസ് മോഡലും കൂടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ട്യൂബ്ലെസ് ടയർസും കൂടി അവൈലബിൾ ആയിരിക്കും. ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. ABS ഓഫ് ആക്കാനും പറ്റും. സ്വിച്ചബിൾ ABS ആണ്. അതുകൊണ്ടാണ് സ്ലിപ്പർ ക്ലച്ചും കൂടി അവൈലബിൾ ആണ്. ഇനി വണ്ടിന്റെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് KTM ഈ ഒരു ബൈക്കിനും കൊടുത്തിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ഉണ്ടാവും. ട്രാക്ഷൻ കൺട്രോളും സ്ലിപ്പർ ക്ലച്ചും കൂടി ഉണ്ടാവും. ഇതുകൊണ്ടുള്ള ഒരു ക്രൂയിസ് കൺട്രോളും കൂടി പുതുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ മാറ്റം വണ്ടിന്റെ എഞ്ചിൻ തന്നെയാണ്. പഴയ 390നെക്കാളും കുറച്ചും കൂടി പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് KTMന്റെ ഏറ്റവും പുതിയ 399cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനിലെ മാക്സിമം പവർ 46 bhp 8500 RPM മാക്സിമം ടോർക്ക് 39 Nm ആണ്. അത് 6500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പഴയ 390 373cc ആണ്. ഇത് 398cc ആണ്. അപ്പോൾ വണ്ടിയുടെ ഡിസ്പ്ലേസ്മെന്റ് പവർ ടോർക്ക് എല്ലാം കൂടിയിട്ടുണ്ട്. വണ്ടി ജനുവരിയിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ അവർ ലോഞ്ച് ചെയ്യും. പഴയ 390നെക്കാട്ടും കുറച്ചും കൂടി പ്രൈസ് കൂടുന്നതാണ്. ഒരു 3,80,000 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്. എന്തായാലും ഒഫീഷ്യൽ പ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ബൈക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു Enduro 390R എന്ന മോഡൽ വരുന്നുണ്ട്. ഈ രണ്ട് ബൈക്കും ഒരുമിച്ചായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മറ്റേ ബൈക്കിനായിട്ട് കുറച്ചും കൂടി ഒരു ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മോഡലായിരിക്കും. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഫുള്ളി Enduro ടൈപ്പിൽ തന്നെയാണ് അവർ ഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും. 390ന്റെ സെയിം എഞ്ചിനായിരിക്കും. വണ്ടിയുടെ ഷോക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ബൈക്കും ജനുവരിയിൽ തന്നെ അവർ ലോഞ്ച് ചെയ്യും. രണ്ടാമത്തെ മോഡൽ പുതിയ റോണിൻ 225ന്റെ പുതിയ 2025 മോഡലാണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് റോണിന്റെ പുതിയ മോഡൽ വരുന്നുണ്ടോന്ന്. അപ്പോൾ വണ്ടി അവർ ഒഫീഷ്യലായിട്ട് അൺവെയിൽ ചെയ്തതാണ്. പക്ഷെ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. പുതിയൊരു കളേഴ്സിലായിരിക്കും വണ്ടി ഇറങ്ങാൻ പോകുന്നത്. പഴയനെക്കാട്ടി കുറച്ചും കൂടി അഗ്രസീവ് ലുക്ക്, കുറച്ചും കൂടി ഒരു ഷാർപ്പായിട്ടുള്ള ലുക്കാണ് വണ്ടിക്കുള്ളത്. അതുകൊണ്ട് പഴയനെക്കാട്ടും കുറച്ചും കൂടി പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ഒരു റോഡ് പ്രസൻസ് കുറച്ചും കൂടി കിട്ടാൻ ചാൻസ് ഉള്ളത് പുതിയ റോണിനായിരിക്കും. പലരും ചോദിക്കാറുണ്ട് റോണിനെ പറ്റിയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഒരു 2 ലക്ഷം ആ ഒരു റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു റെട്രോ ക്ലാസിക് ബൈക്കാണ് റോണിൻ 225. ക്ലാസിക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഡേൺ റെട്രോ സ്റ്റൈലാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വണ്ടിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം വണ്ടിയുടെ ഒന്ന് ലുക്കാണ്. ഒരു നല്ല ലുക്ക് തന്നെയാണ് വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം വണ്ടിൻ്റെ എഞ്ചിനാണ്. നല്ലൊരു മിഡ് റേഞ്ച് ടോർക്കൽ എഞ്ചിനാണ് റോണിന് കൊടുത്തിട്ടുള്ളത്. ഒരു 225cc ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 20 bhp അടുത്ത് പവറും 20 തന്നെ ടോർക്കും വണ്ടിക്ക് വരുന്നുണ്ട്. 20 ഒരു 19.9 Nm ടോർക്കാണ് വണ്ടിക്കുള്ളത്. നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ടോർക്ക് എഞ്ചിനാണ് TVSന്റെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് പേർ എടുത്ത ആൾക്കാരുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വണ്ടീൻ്റെ സർവീസാണ്. TVSന്റെ സർവീസ് ഇപ്പോൾ ഭയങ്കര മോശമാണ്. TVSന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണെങ്കിലും ഇപ്പോൾ സർവീസ് ലെവൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബൈക്ക് രക്ഷപ്പെട്ട് പോകേണ്ടതാണ്. ഒരുപാട് ബൈക്കിന് സെയിൽസ് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി ഹൈ ലെവൽ പോകേണ്ടതാണ്. റോണിന് വന്ന അപ്ഡേറ്റ് മിഡ് വേരിയൻറ്റിന് ഡുവൽ ചാനൽ ABS ഇനി ഉണ്ടാവും. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പഴയ റോണിൽ കണ്ടിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. പുതിയ കളേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് വണ്ടി കൂടുന്നതായിരിക്കും. ഒരു 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപ കൂടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ബൈക്ക് അപ്രിലിയയുടെ ആണ്. അപ്രിലിയയുടെ Tuno 457 ആണ് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്രിലിയ അവരുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് Tuno 457 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്രിലിയ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന മോഡലാണ് RS 457. ഇതിൻ്റെ ഒരു നെയ്ക്കഡ് വേർഷനാണ് ഈ ഒരു Tuno 457. ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് വണ്ടീൻ്റെ ഡിസൈനാണ്. ഒരു നേക്കഡ് വേർഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കണ്ടുമുട്ടി വാങ്ങാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് വണ്ടിക്കുള്ളത്. ഒരു അടിപൊളി ഡിസൈനാണ്. കാരണം ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ ഒരു പക്ക ഒരു ബ്യൂട്ടി വണ്ടിക്ക് കാണാൻ പറ്റും. അത് RS 457 ആയാലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. RS 457ന്റെ സെയിം എഞ്ചിനായിരിക്കും ഈ ഒരു ബൈക്കിന് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. ട്യൂണിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. 457cc ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനായിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. 47 bhp പവറും 43 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടി ഈ മാസം ജനുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 4 lakh ആണ് എക്സ്-ഷോറൂം. നാലാമത്തെ ബൈക്ക് ബജാജിന്റെ മോഡലാണ്. ബജാജിന്റെ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ബൈക്കാണ് ബജാജിന്റെ RS 200 അപ്ഡേറ്റ്.
RSന്റെ 2025 മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങളോടെ ആയിരിക്കും പുതിയ RS വരാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങളായി RSന് അപ്ഡേറ്റ് കൊടുത്തിട്ട് ഓൾഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് വരാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേർ വണ്ടി എടുക്കാൻ മടിക്കുന്നുണ്ട്. പുതിയ RS കൊണ്ട് തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് നോക്കാം. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റ് വണ്ടിക്ക് UST4 വരുന്ന കാര്യമാണ്. ഇപ്പം ബജാജിന്റെ പൾസർ N160 NS160 ഒക്കെ UST4 വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയ ന്യൂസ് വെച്ചിട്ട് RSന് UST4 വരുന്നില്ല എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. RS വാങ്ങാൻ പോകുന്നവർക്ക് ചെറിയൊരു ബാഡ് ന്യൂസ് ആയിരിക്കും ഈ ഒരു UST4 കാര്യം. വണ്ടി പഴയ ആ ഒരു ടെലിസ്കോപ്പ് ഫോർക്ക് തന്നെ തുടരുമെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വണ്ടി ലോഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് നോക്കാം UST4 കാര്യം. ഇപ്പം നമുക്ക് അപ്ഡേറ്റ് വെച്ചിട്ട് UST4 ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡിസൈനിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസും വരാൻ സാധ്യതയില്ല. സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും. അതിൽ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ബജാജ് ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ വണ്ടി ഫുള്ളി LED ലൈറ്റിലായിരിക്കും വരാൻ പോകുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആയിരിക്കും. പിന്നെ വണ്ടീൻ്റെ ടെയിൽ സെക്ഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. പഴയ ടെയിൽ സെക്ഷൻ അവർ മാറ്റിയിട്ട് പുതിയ ടെയിൽ സെക്ഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത മാറ്റം വണ്ടീൻ്റെ മീറ്റർ കൺസോളാണ്. പഴയ അനലോഗ് മീറ്റർ മാറ്റിയിട്ട് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ കൊടുക്കുന്നതായിരിക്കും. അതിൽ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, പിന്നെ ഒരു USB ചാർജിംഗ് പോർട്ടും വണ്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ, റൈഡ് ബൈ ത്രോട്ടിൽ, സ്ലിപ്പർ ക്ലച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നതായിരിക്കും. മാറ്റം വരാത്ത കാര്യം വണ്ടീൻ്റെ ടയർസിലാണ്. ആ ഒരു സെയിം ടയർസിലായിരിക്കും വണ്ടി ഇറങ്ങാൻ പോകുന്നത്. പിന്നെ സീറ്റ്, ടാങ്ക്, ഹാൻഡിൽ ബാറൊക്കെ ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ്. അതൊക്കെ സെയിം തന്നെയായിരിക്കും. അടുത്ത ചെറിയൊരു മാറ്റം വണ്ടീൻ്റെ എഞ്ചിനിലാണ്. എഞ്ചിൻ്റെ പവർ ആൻഡ് ടോർക്കൊക്കെ സെയിം തന്നെയാണ്. അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. 199.9 cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് TTS ടെക്നോളജി ആയിട്ടുള്ള ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ്. 24.1 bhp പവറും 18.7 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പഴയ എഞ്ചിനാണെങ്കിലും ഇത് കുറച്ചുകൂടി സ്മൂത്ത് എഞ്ചിനായിരിക്കും, റിഫൈൻഡ് എഞ്ചിനായിരിക്കും പുതിയ മോഡലായതുകൊണ്ട്. വണ്ടീൻ്റെ പ്രൈസ് ഒരു 5,000 rupees കൂടാൻ സാധ്യതയുണ്ട്. വണ്ടീൻ്റെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം വരെ ബജാജ് പുറത്തുവിട്ടിട്ടില്ല. ജനുവരി തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും. ഒരുപക്ഷെ ഈ വീക്കിൽ അല്ലെങ്കിൽ അടുത്ത വീക്കിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും. ആറാമത്തെ ബൈക്കും റോയൽ എൻഫീൽഡിൻ്റെ ആണ്. റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 ആണ്. ഇതൊരു പുതിയ ബൈക്കാണെന്ന് പറയാൻ പറ്റില്ല. സ്ക്രാം 411 സെയിം മോഡൽ തന്നെയാണ്. അതിൽ ചെറിയൊരു മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. സെയിം സ്ക്രാം 411 സെയിം ഡിസൈൻ തന്നെയാണ്. വണ്ടീൻ്റെ ഹെഡ്ലൈറ്റിൽ മാറ്റമുണ്ട്. പഴയ ഹാലജൻ ബൾബ് മാറ്റിയിട്ട് ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വണ്ടീൻ്റെ എഞ്ചിനിലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പഴയതൊരു 411 ആണെങ്കിൽ ഇതൊരു 440 എഞ്ചിനാണ്. വണ്ടീൻ്റെ ബോർ ആൻഡ് സൈസ് ഡിസ്പ്ലേസ്മെന്റ് അവർ കൂട്ടിയിട്ടുണ്ട്. 440 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. വണ്ടീൻ്റെ പവറിൽ ചെറിയ മാറ്റമുണ്ട്. 25 bhp പവറാണ്. ഏകദേശം ഒരു 1 bhp പവർ കൂടിയിട്ടുണ്ട്. പിന്നെ 34 Nm ടോർക്കാണ് വണ്ടിക്ക്. പഴയ മോഡലിന് 5 സ്പീഡാണ്. ഇത്തവണ 6 സ്പീഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. പഴയ ഹിമാലയൻ 411 എഞ്ചിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബൈക്ക് നിങ്ങൾ ടെസ്റ്റ് പഠിച്ച് നോക്കുക. വണ്ടീൻ്റെ പ്രൈസ് അനൗൺസ്മെന്റ് ജനുവരി തന്നെ ഉണ്ടാവും. വണ്ടി ഒരു പക്ഷേ ഫെബ്രുവരി ടു മാർച്ച് തന്നെ ലോഞ്ച് ഉണ്ടാവും. അടുത്ത ബൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 650 ആണ്. ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസിക് 350ൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഒരു 650 cc മോഡലാണ്. എൻഫീൽഡ് ഇപ്പം ചെയ്യുന്ന ഒരു പരിപാടി ഒരു എഞ്ചിൻ വെച്ചുകൊണ്ട് മാക്സിമം ബൈക്ക് നിർമ്മിക്കുക എന്നൊരു പ്ലാനാണ് എൻഫീൽഡ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇൻ്റർസെപ്റ്റർ 650 ഉണ്ട്, കോണ്ടലിൻ്റെ GT ഉണ്ട്, പിന്നെ BS 650 ഉണ്ട്, ഹിമാലയൻ 650 വരാനുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു ബൈക്കും കൂടി ലോഞ്ച് കൺഫേം ആണ്. ഇനി എൻഫീൽഡിൻ്റെ അടുത്ത പ്ലാന് 750 cc ബൈക്കാണ്. അപ്പോൾ ആ ഒരു എഞ്ചിനും കൂടി അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസിക് 650ൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 648 cc പാരലൽ ടിൻ സിലിണ്ടർ ഓയിൽ കൂൾ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനിലെ മാക്സിമം പവർ 47 bhp ആണ്. മാക്സിമം ടോർക്ക് 52 Nm ആണ്. വണ്ടിക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ ഡബിൾ ടിൻ ഷോക്കാണ്. ബ്രേക്സ് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS ഉണ്ട്. വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 3,20,000 രൂപയാണ്. പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തില്ല. ഈ മാസം തന്നെ പ്രൈസ് അനൗൺസ്മെന്റ് ഉണ്ടാവും.